ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് CUET UG 2023 ജനറൽ മെന്റൽ അബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട് ഓഫ് ഗിവൺ ഓപ്ഷൻസ് വിച്ച് നെയിം വിൽ കം ലാസ്റ്റ് ഇൻ ടെലിഫോൺ ഡയറക്ടറി? ഒരു ടെലിഫോൺ ഡയറക്ടറിയിൽ ലാസ്റ്റ് വരുന്ന നെയിം ഏതായിരിക്കും എന്നുള്ളതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഏതാണ് വരുന്നത് അതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ MA, ബാക്കിയുള്ളൊക്കെ MO ആണ്. ആ രീതിയിൽ ഇതാവില്ല നമ്മുടെ ലാസ്റ്റ് വരിക എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എല്ലാതും MO, ഇവിടെയും MA ആണ് വരുന്നത്, അതും നമ്മുടെ ആൻസർ ആയിരിക്കില്ല. നെക്സ്റ്റ് MOH, ഇവിടെയും MOH ആണ്. നെക്സ്റ്റ് MOHE ആണ് ഇവിടെ. അപ്പോ രണ്ടാമത്തേൽ ഇയും മൂന്നാമത്തേൽ ഐയും ആണ്. അപ്പോ ലാസ്റ്റ് വരെ ഏതാണ്? MOHI ഉള്ളതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് January 1 ഈസ് എ ഫ്രൈഡേ, നോക്കാം. January 1 ഈസ് ഫ്രൈഡേ അങ്ങനെയാണെങ്കിൽ then what is the last day of month March in a leap year? ഒരു ലീപ്പ് ഇയറിലെ ജനുവരി 1-ാം തീയതി ഫ്രൈഡേ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇയറിലെ മാർച്ച് ലാസ്റ്റ് ദിവസം, അതായത് മാർച്ച് 31 ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ്. ജനുവരി 1 പോയി, ജനുവരിയിൽ ഇനി ബാക്കി എത്ര ദിവസം ഉണ്ട്? 30 ദിവസം ഉണ്ട്. ആ 30 ദിവസത്തിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 2 ഓഡ് ഡേയ്സ് ആണ്. ഓക്കെ, ഒരു ലീപ്പ് ഇയർ ആണ്. ദാറ്റ് മീൻസ് ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാവും. എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? ഒരു ഓഡ് ഡേ ആണ്. മാർച്ച് ഫുൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ഡേ വരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 3 ഓഡ് ഡേ. അപ്പൊ ടോട്ടൽ എത്രയായി? 3 + 1 4, 4 + 2 6 ആയി. 6 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? ഫ്രൈഡേന്റെ തൊട്ട് മുമ്പുള്ള ദിവസം അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ദാറ്റ് മീൻസ് തേഴ്സ്ഡേ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് നമ്പർ ക്യാൻ ബി ഫിൽഡ് അറ്റ് ദി പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? ക്വസ്റ്റ്യൻ മാർക്കിന്റെ ആ ഒരു പ്ലേസിൽ ഏത് നമ്പറാണ് വരിക എന്നുള്ളതാണ്. ഇവിടെ 84 എങ്ങനെ വന്നത് നോക്കാം. 14 / 2 7 ആണ്. 7 × 12 ആണ്. ഈ ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത്? 84 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ 18 / 2 9 ആണ്. 9 × ഈ ഒരു ടേമിലുള്ള 9 9 × 9 81 വന്നു. നെക്സ്റ്റ് ഇവിടെ ടേം ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഞാൻ x / 2 × 11 is equal to നമുക്ക് എന്ത് കിട്ടണം? 88 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 11ഉം അതുപോലെ തന്നെ 88ഉം കട്ട് ചെയ്യണം. എത്ര വന്നു? 8 വന്നു. x is equal to 2 × 8 is equal to 16 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് when means multiplication, u means divide, come means subtract and will means plus, then what will be the value of 8 when 12 will 16 u 2 come 10? ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 8 when means multiplication ആണ്. 12 will means plus ആണ്. നെക്സ്റ്റ് 16 u means divide ആണ്. നെക്സ്റ്റ് 2 come means subtract ആണ്. 10. ഓക്കെ, അപ്പോ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ഡിവിഷൻ ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ 8 വരും. 8 - 10 പ്ലസ് 8 × 12. 8 × 12 എത്രയാണ്? 96 ആണ്. 96 പ്ലസ് 8 - 10. അപ്പൊ 96 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 104 ആണ്. 104 - 10 എന്ന് പറയുമ്പോൾ 94 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are 5 students A, B, C, D and E. They are good in various subjects like B and E are good in dramatics and computer science. അപ്പൊ ജസ്റ്റ് ഞാൻ ഇതാണ് ബിയും ഇയും. ഓക്കെ, ബിയും ഏതൊക്കെയാണ്? ഡ്രാമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും. നെക്സ്റ്റ് എ ബി ആർ ഗുഡ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഫിസിക്സ്. നെക്സ്റ്റ് എ ഡി സി ആർ ഗുഡ് ഇൻ ഫിസിക്സ് അതുപോലെ തന്നെ ഹിസ്റ്ററി. നെക്സ്റ്റ് C and A are good in physics, mathematics. Okay, next D and E are good in history, dramatics. Okay, who is good in computer science, history അതുപോലെ തന്നെ ഡ്രാമ? ഇതിൽ മൂന്നിലും ഗുഡ് ആയിട്ടുള്ള ആരൊക്കെയാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്റെ കാര്യം നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ സയൻസ്, ഹിസ്റ്ററി, ഡ്രാമ. ഇപ്പൊ എന്റെ കേസിൽ നോക്കുന്ന സമയത്ത് എ കമ്പ്യൂട്ടർ സയൻസ് ഓക്കെ ആണ്. എ ഓക്കെ ആണ്. നെക്സ്റ്റ് എ ഫിസിക്സ്, ഹിസ്റ്ററി ഓക്കെ ആണ്. എ ഹിസ്റ്ററി ഓക്കെ ആണ്. നെക്സ്റ്റ് എ എന്തില്ല? ഡ്രാമയിൽ എ ഉണ്ടോ? തീർച്ചയായിട്ടും എ ഡ്രാമയിൽ എന്തില്ല? വരുന്നില്ല. അപ്പൊ എ അല്ല നമ്മുടെ ആൻസർ. നെക്സ്റ്റ് നമുക്ക് സീനെ നോക്കാം. സി കമ്പ്യൂട്ടർ സയൻസിൽ വരുന്നുണ്ടോ? സി കമ്പ്യൂട്ടർ സയൻസിൽ ഈ രണ്ടിലുമാണ് സി വരുന്നത്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് ഇല്ല. ദാറ്റ് മീൻസ് സി നമ്മുടെ ആൻസർ അല്ല. നെക്സ്റ്റ് ബി നോക്കാം. ബി ഡ്രാമയിൽ വരുന്നുണ്ട് അല്ലെ? ബി CS-ലും വരുന്നുണ്ട്. ഓക്കെ, ബി ഹിസ്റ്ററിയിൽ വരുന്നുണ്ടോ? ബി ഹിസ്റ്ററിയിൽ ഇല്ല. ഇവിടെയും ബി വരുന്നില്ല. ദാറ്റ് മീൻസ് ബിയും അല്ല നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ഇ നോക്കാം. ഇവിടെ ഡ്രാമയിൽ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസിലും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹിസ്റ്ററിയിലും വരുന്നുണ്ട്. ദാറ്റ് മീൻസ് മൂന്നിലും കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? ഇ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദി ആൻസർ ഫിഗേഴ്സ് 1 2 3 4 കംപ്ലീറ്റ് ദ ഫിഗർ മെട്രിക്സ്. അപ്പോ നമുക്കറിയാം ഇവിടെ ഈ ഒരു ഫിഗറിൽ ഏത് ഫിഗർ ആയിരിക്കും വരിക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
അപ്പോ ഈ ഒരു കേസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 1 ആൻസർ ആവും, ഒരിക്കലാവില്ല, ഇവിടെ ടച്ച് ചെയ്യുന്നില്ല അല്ലെ. ഓക്കെ, ഓപ്ഷൻ 2 അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ 3 ഈ രീതിയിൽ വരുമോ? ഇല്ല, നമുക്ക് ഈ രീതിയിലാണ് വരിക അല്ലെ. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 3യും നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ എല്ലാത്തിനും നോക്കുന്ന സമയത്ത് ഉള്ളില് ഒരു ട്രയാങ്കിൾ മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഫിഗർ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ എത്ര വരുന്നുണ്ട്, ഇവിടെ 2 വരുന്നുണ്ട്. ആ രീതിയിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്യൂബ് പെയിന്റഡ് ഗ്രീൻ ഓൺ ഓൾ ഫേസസ് ഈസ് cut into 27 small cubes. 27 small cubes. 27 എന്ന് പറയുമ്പോൾ എത്രയുടെ ക്യൂബാ? 3ന്റെ ക്യൂബാണ് അല്ലെ. 3ന്റെ ക്യൂബാണ്. ദാറ്റ് മീൻസ് വൺ സൈഡ് അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, 1 യൂണിറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്മോൾ ക്യൂബ്സ് ആർ പെയിന്റഡ് ഓൺ വൺ സർഫേസ് ഓൺലി, അല്ലെങ്കിൽ വൺ ഫേസ് ഓൺലി. അപ്പോ ഇവിടെ n ആണ് നമ്മൾ എന്ത് പറയാ? 3 എന്ന് പറയാം. അവിടെ എത്രയുടെ ക്യൂബ് ആണെന്നുള്ളത് നോക്കുക. അവിടെ ഇത്ര ചെറിയ ഈക്വൽ പാർട്സ് ആക്കി എന്ന് പറയും. അപ്പൊ അവിടെ 27 വരാം, 64 വരാം, ചിലപ്പം 8 വരാം. ഓക്കെ, അവിടെ 27 ആയതുകൊണ്ട് തന്നെ n-ന്റെ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടും? അവിടുന്ന് 3 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വൺ ഫേസ് പെയിന്റ് ചെയ്ത് എത്രയാണെന്ന് കണ്ടെത്താൻ വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? n-2 ഹോൾ സ്ക്വയർ ഇൻറ്റു 6 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ n എത്രയാണ്? 3 ആണ്. അപ്പൊ 3 - 2 ഹോൾ സ്ക്വയർ ഇൻറ്റു 6. 3 - 2 1 ആണ്. 1 ന്റെ സ്ക്വയർ 1 തന്നെ. 1 × 6 6 തന്നെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നെക്സ്റ്റ് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഈ സീരീസിലെ നെക്സ്റ്റ് ടേം ഏതായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. നോക്കാം, ടി യു ഇല്ല, നെക്സ്റ്റ് വി ഉണ്ട്. ഓക്കെ, വി ഡബ്ല്യു ഇല്ല, എക്സ് ഉണ്ട്, വൈ ഇല്ല, ഇസഡ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഇതിന് മുമ്പുള്ള നോക്കാം, ആർ എസ് ടി എന്നാണ് അല്ലെ. അപ്പൊ ആർ ആയിരിക്കും അടുത്തൊരു ടേം. ഇസഡിന്റെ മുമ്പുള്ള ടേം ഇല്ല, അതിന്റെ അതായത് -2 ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 20ാമത്തെ ലെറ്റർ ടി ആണ്. അപ്പൊ 18ാമത്തെ ലെറ്റർ ആർ ആണ്. അപ്പൊ ഈ ഒരു ഓപ്ഷനും ഈ ഒരു ഓപ്ഷനും നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് രണ്ടാമത്തെ ടേം നോക്കാം, എ ബി സി ഡി. അപ്പൊ നെക്സ്റ്റ് ഇ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ രണ്ടും ഇ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് വൈ എന്ന് പറയുന്നത് 25ാമത്തെ ടേം ആണ്. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുന്നത് 23 ആണ്, യു വി ഡബ്ല്യു. ഓക്കെ, ഇവിടെ യു എന്ന് പറയുന്നത് 21 ആണ്, എസ് 19 ആണ്. അപ്പൊ 17ാമത്തത് ക്യൂ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബി സി ഡി ആർ പ്ലേയിങ് കാർഡ്സ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ടേബിളിന്റെ ചുറ്റുമാണ് 4 ആൾ ഇരിക്കുന്നത് കൺസിഡർ ചെയ്യാം. ഓരോരുത്തരും ഇങ്ങനെ സെന്ററിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ അടുത്തൊരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളോട് പറയും ഇന്നാളും ഇന്നാളും പാർട്ട്ണർ ആണെന്ന്. പാർട്ട്നേഴ്സ് എപ്പോഴും ഓപ്പോസിറ്റിലാണ് വരിക എന്നുള്ള ഒരു ഐഡിയയും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ എയും ബിയും പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബി, ബിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എ. അങ്ങനെയാണെങ്കിൽ സിയും ഡിയും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഡി ഫേസസ് നോർത്ത്, ദാറ്റ് മീൻസ് ഡി ഇവിടെ ആയിരിക്കും. ഇവിടുന്ന് മുന്നിലോട്ട് തിരിഞ്ഞിരിക്കാൻ, നോർത്തിലോട്ട് തിരിഞ്ഞിരിക്കാൻ ഡി. അങ്ങനെയാണെങ്കിൽ ഡിന്റെ ഓപ്പോസിറ്റ് ആരാ വരിക? സി ആണ് വരിക അല്ലെ. സിയും ഡിയും ഓപ്പോസിറ്റ് ആണ്. അതായത് സിയും ഡിയും എന്താണ്? പാർട്ട്നേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഒരു ഓപ്പോസിറ്റ് വരുന്നത്. നെക്സ്റ്റ്, ഇഫ് എ ഫേസസ് ടുവേർഡ്സ് വെസ്റ്റ്, അതായത് എ എവിടെ ആയിരിക്കും അല്ലെ, വെസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി വരും. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് എന്താണ്? ദെൻ ഹൂ ഫേസസ് ടുവേർഡ്സ് സൗത്ത്, സൗത്തിലോട്ട് ആരെ ഫേസ് ചെയ്യുന്നത്? താഴേക്ക് ആരെ ഫേസ് ചെയ്യുന്നത്? സി ആണ്. ഓക്കെ, ഓപ്ഷൻ 3 സി ആയിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് ടു റിക്വയർഡ് പെയിന്റ് ഓൾ സൈഡ്സ് ഓഫ് എ ക്യൂബ് ദാറ്റ് നോ അഡ്ജസന്റ് ഫേസസ് മേ ഹാവ് ദ സെയിം കളർ. അപ്പോ ഒരു ക്യൂബിന് എത്ര ഫേസ് ഉണ്ടാവുക? എത്ര മുഖങ്ങളാണ് ഉണ്ടാവുക? 6 മുഖങ്ങളാണ് ഉണ്ടാവുക അല്ലെ. അപ്പോ എനിക്ക് എന്ത് ചെയ്യണം? അതിന്റെ എല്ലാ മുഖത്തും കളർ കൊടുക്കണം. ഓക്കെ, ഡിഫറെന്റ് കളേഴ്സ് കൊടുക്കണം. വേറൊരു ക്രൈറ്റീരിയ പറയുന്നത് അടുത്തടുത്തുള്ള 2 ഫേസിന് ഒരേ കളർ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മിനിമം എത്ര കളർ വേണ്ടിയിരുന്നു? 6/2, അതായത് 3 കളർ അല്ലെ. ഓപ്പോസിറ്റ് ഉള്ളതിന് ഒരേ കളർ കൊടുക്കുക. അതായത് റൈറ്റിലും ലെഫ്റ്റിലും ഉള്ളതിന് സെയിം കളർ കൊടുക്കുക. മുന്നിലും ബാക്കിലും ഉള്ളതിന് സെയിം കളർ കൊടുക്കുക. ടോപ്പും ബോട്ടം ഉള്ളതിനും സെയിം കളർ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഒന്നും അഡ്ജസ്റ്റന്റ് ആയിട്ട് വരില്ല, ഓപ്പോസിറ്റ് ആയിട്ട് മാത്രമേ വരുള്ളൂ. മിനിമം എത്ര കളർ മതി? 3 കളർ. ഓക്കെ, 2 കളർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നടക്കൂല, കാരണം എന്തായാലും അഡ്ജസ്റ്റന്റ് ആയിട്ട് സെയിം കളർ ഉള്ളത് വരും. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതുവരേക്കും ബൈ.